ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ലൈഫ് ഓഫ് യുയിലേക്ക് സ്വാഗതം. ഞാൻ സുമി. ഇന്ന് എൻ്റെ അടുക്കളയിലെ പ്രഭാത പരിപാടികളാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് നാളായി ഞാൻ വീഡിയോസ് ഇടുന്നില്ലായിരുന്നു. ഇനി ഞാൻ വീഡിയോ റെഗുലറായി ഇടാൻ ശ്രമിക്കാം. ഇനി നമുക്ക് എൻ്റെ പ്രഭാത പരിപാടികൾ എന്തൊക്കെയാണെന്ന് കണ്ടു നോക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ കാണാത്തവരാണ് നിങ്ങളെങ്കിൽ ചാനൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ആദ്യമായി ഞാൻ ബീട്രൂട്ട് തോരൻ ഉണ്ടാക്കാനാണ് പോകുന്നത്. അതിനുവേണ്ടി ബീട്രൂട്ട് തൊലി കളഞ്ഞ് കഴുകി ചെറുതായിട്ട് കുനുകുന അരിയുക. ശേഷം സവാള എടുത്ത് തൊലി കളഞ്ഞ് ബീട്രൂട്ട് അരിഞ്ഞ അതേ രീതിയിൽ അരിയുക. അതിനുശേഷം ആവശ്യം പച്ചമുളകാണ് ഇടേണ്ടത്. അത് ഞാൻ ഒരു പച്ചമുളകാണ് ഇടാൻ വേണ്ടി എടുത്തിട്ടുള്ളത്. അത് നീളത്തിൽ അരിയുക. അതിനുശേഷം പച്ചമുളക് ഇട്ടതിന് ശേഷം ഗ്യാസ് ഓണാക്കുക. എന്നിട്ട് ചീനച്ചട്ടി വയ്ക്കുക. ചീനച്ചട്ടി വെച്ച് അതിൻ്റെ വെള്ളം ഒഴിച്ചതിന് ശേഷം എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ തിളയ്ക്കുമ്പോൾ കടുക് ഇട്ട് കൊടുക്കുക. കടുക് പൊട്ടി വരുമ്പോൾ ബീട്രൂട്ട് ഇടുക. അതിലേക്ക് സവാള, പച്ചമുളക് എല്ലാം കൂടി കുറച്ച് ഉപ്പുമിട്ട് ഇളക്കി വെള്ളം കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ്. അപ്പവും മുട്ടക്കറിയും ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പത്തിന് വേണ്ടി മുട്ടക്കറിയാണ് ഞാൻ ചെറുതായിട്ട് ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു വലിയ സവാളയാണ് എടുത്തത്. അത് നമ്മൾ തൊലി കളഞ്ഞ് കഴുകി നീളത്തിൽ അരിയുക. നീളത്തിൽ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് അവിടെ സവാളയുടെ തൊലിയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഞാനൊന്ന് വൃത്തിയാക്കിയിട്ടു. അരിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മളുടെ ബീട്രൂട്ട് തോരന് വേണ്ടി വെച്ചിരുന്ന ബീട്രൂട്ട് വെന്ത് കിട്ടി. അതിലേക്ക് അരപ്പിടണം. അതിനകത്ത് തേങ്ങ, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജീരകം എന്നിവ ചേർത്ത് ചെറുതായിട്ട് മിക്സിയിൽ ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കുക. എടുത്തതിന് ശേഷം അത് 2 മിനിറ്റ് മൂടി വെച്ച് വേവിക്കുക. മൂടി വെച്ച് വേവിച്ച് 2 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് നമ്മളൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബീട്രൂട്ട് തോരൻ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തതായി ഞാൻ ശരിയാക്കാൻ പോകുന്നത് മുട്ടക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പത്തിന് വേണ്ടിയുള്ള മുട്ടക്കറി. അത് നീളത്തിലരിഞ്ഞ സവാള എടുത്തിട്ടുണ്ട്. അത് നമ്മൾ കുക്കറൊന്ന് വെള്ളം മാറി വരുമ്പോൾ അതിനകത്തോട്ട് എണ്ണയൊഴിച്ച് സവാള ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് ചെറുതായിട്ടൊന്ന് ഇളക്കുക. ഇളക്കിയതിന് ശേഷം അതിനകത്തോട്ട് കുറച്ച് വെള്ളവും ഒഴിച്ച് കുക്കർ അടച്ച് വെച്ച് 2-3 വിസിൽ അടിക്കുക. കുക്കർ അടച്ച് വെക്കുക. അതിന് ശേഷം ഞാൻ ഈ മോര് കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മോര് കറി ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ തേങ്ങ തിരുമുകയാണ്. തേങ്ങ തിരുമിയതിന് ശേഷം ഒരു ചെറിയ ജാറെടുത്ത് തേങ്ങ, ജീരകം, മുളക്, വെളുത്തുള്ളി എന്നിവ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുക. അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ഒന്നും കൂടെ അരയ്ക്കുക. കുറച്ച് തൈരും കൂടെ അടിച്ചെടുക്കുക. ശേഷം ഒരു ചെറിയ പാത്രത്തിലേക്ക് ആവശ്യത്തിന് ഉപ്പും വെള്ളവും ഒഴിച്ച് ചൂടാക്കുക. സവാള വേവിക്കാൻ വെച്ചത് അത് വെന്ത് വന്നിട്ടുണ്ട്. അതിനുശേഷം ഒരു ചീനച്ചട്ടി വെച്ച് എണ്ണ ഒഴിച്ച് കടുകിടുക. കടുകൊന്ന് പൊട്ടി വരുമ്പോൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും ഇടുക, അരിഞ്ഞത്. അതിനുശേഷം മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി എന്നിവ ഇടുക. അതൊന്ന് പച്ചമണം മാറി വരുമ്പോൾ നമ്മുടെ സവാള വേവിച്ച് വെച്ചത് അതിനകത്തേക്ക് ഇട്ട് കൊടുത്ത്
കുറച്ച് വെള്ളവും ഒഴിച്ച് വേവിക്കുക. ഉച്ചയ്ക്ക് ചായ കുടിക്കാൻ സമയമായി. ചായക്ക് വേണ്ടി ആളുകൾ വിളി തുടങ്ങി. ഞാൻ ചായ കുടിക്കാറില്ല, എൻ്റെ ഹസ്ബൻഡും മോനുമാണ് ചായ കുടിക്കുന്നത്. അങ്ങനെ അവർക്ക് വേണ്ടി ചായ 2 ചായ ഇട്ട് കൊടുത്തു. ചായ തിളച്ച് വരുന്നുണ്ട്. മുട്ടക്കറിയുടെ കൂട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി മുട്ട വേവിക്കാൻ വെക്കാം. മുട്ടക്കറിയിൽ കുറച്ച് മസാല ഇട്ട് കൊടുക്കാം. ചോറ് വെന്തുകൊണ്ടിരിക്കുന്നു. ഞാൻ ചോറ് തലേന്ന് ദിവസം പകുതി വേവിച്ച് തെർമൽ കുക്കറിൽ അടച്ചു വെക്കും. അതിനുശേഷം രാവിലെ ഒന്നും കൂടെ വേവിക്കും. തിളച്ചതിന് ശേഷം ഊറ്റിയെടുക്കും. അത്രേ ഉള്ളൂ. ഇനി നമുക്ക് റെഡിയാക്കേണ്ടത് അപ്പമാണ്. അപ്പം ഓരോന്നായിട്ട് ചുട്ടെടുക്കാം. അപ്പവും റെഡിയായി വന്നിട്ടുണ്ട്. ഇനി ചൂട് അപ്പവും മുട്ടക്കറിയും കൂട്ടി കഴിക്കാം.